ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ നമുക്ക് സേഫ് ആയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം ഈ ഒരു ബോണസ് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസും കൂടി. ആ ഒരു സ്പ്ലിറ്റിന് നമ്മൾ എലിജിബിൾ ആണോ, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മേടിക്കാമോ, ആഫ്റ്റർ ദ സ്പ്ലിറ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു അനൂപ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഒത്തിരി സ്റ്റോക്കുകൾ സ്പ്ലിറ്റും ബോണസൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലറി ഈ ഒരു സ്റ്റോക്ക് എടുത്ത് പറയാൻ കാരണം ഇവർ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, റിയാക്ടേഴ്സ്, പ്രഷർ വെസൽസ്, ഇതൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, സോ ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ്, പെട്രോ കെമിക്കൽ, LNG, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽസ്, പവർ, വാട്ടർ, ഇതിലൊക്കെ വരുന്ന ഒരു വൈഡ് റേഞ്ചസ് പ്രോസസ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ 4ാമത്തെ പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വരുമ്പോൾ ഉള്ളത്. ഡെപ്റ്റ് 0 ആണ്. അപ്പോൾ ഇവരുടെ ഫേസ് വാല്യൂ 10 എന്നുള്ളത് സ്പ്ലിറ്റിന് ഫേസ് വാല്യൂ 1 ആയിട്ട് മാറാനായിട്ട് പോകുന്നു. ഓക്കെ, അത് മാത്രമല്ല ബോണസ് 1:1 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റ് 23-ാം തീയതിയാണ്. അപ്പോൾ നമുക്കിനി 3 ദിവസം ബാക്കിയുണ്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേ, മൺഡേ, 3 ദിവസത്തിനുള്ളിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് എലിജിബിൾ ആവും. ബട്ട് ബിഗിനേഴ്സ് വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ആഫ്റ്റർ ദി ബോണസ് ഈ ഒരു 15 days ആകും സെറ്റിൽമെൻറ്റിന്. അപ്പം അതിന് ഇടയ്ക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് വരും ബിഗിനേഴ്സിന്. ഓൾറെഡി ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ബോണസ് എന്ന് പറയുമ്പോൾ ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയർ കിട്ടും. അത് 10 ഷെയർ മേടിക്കുകയാണെങ്കിൽ 10 ഷെയർ വാങ്ങിക്കും. അപ്പോൾ ടോട്ടൽ 20 ആയി. ഓക്കെ, അപ്പോൾ ഈ 20 ഷെയർസിന് × 10 200 ആയിട്ട് ഷെയർസ് ആയിട്ട് മാറും. ബട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റമില്ല, ഓൺലി ഷെയർസ് മാത്രമാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോണസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 3300 ആണെന്ന് വയ്ക്കുക പ്രൈസ്. ഓക്കെ, ആഫ്റ്റർ ബോണസ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2, 1666 റുപ്പീസിൽ ഓക്കെ, ആ ഒരു റേഞ്ചിലേക്ക് മാറും. ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്ന കറണ്ട് പ്രൈസിനേക്കാളും നല്ല കുറവുണ്ട്. ROC 18.1, ROE 13.1, പിന്നെ ഡെപ്റ്റ് 0 ആണ്, ഫേസ് വാല്യൂ 10. നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. മാത്രമല്ല ക്വാർട്ടർലി റിസൾട്ടും നല്ല പെർഫോം ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. പിന്നെ ഒരേ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടി 7 times ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു സ്റ്റോക്ക് ഒരുവിധം ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. റിസർവ്സ് ഒക്കെ ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഒരേ ഒരു നെഗറ്റീവ് എന്നുണ്ട് 50 പോലും ഇല്ല പ്രൊമോട്ടർ എന്നുള്ളതാണ്. ബട്ട് അതല്ലാതെ FII ഹോൾഡിങ്സ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ബിഗിനേഴ്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം മേടിക്കുക. അപ്പോൾ ടിക്കർ ടേപ്പിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് 1 ഇയറിൽ എത്ര റിട്ടേൺസ് തന്നു, ഡിവിഡൻഡ് ഈൽഡിംഗ് ഒക്കെ എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ബോണസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിന് വേണ്ടി മേടിക്കാനായിട്ട് പാടുള്ളൂ. ഈ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 211%, 5 ഇയേഴ്സിൽ 590 ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ ഗ്രോയിങ് ആണ്. ദെൻ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 5 ഇയേഴ്സ് ആയിട്ട് നല്ല ഡിവിഡൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, 7 rupees, 15 rupees ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്. ലാസ്റ്റ് 2023 ജൂലൈ 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ബോണസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് 1:1. ഓക്കെ, ഫേസ് വാല്യൂ 10 എന്നുള്ളത് 1 ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റിന് ശേഷം നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് കുറച്ചുകൂടെ താഴ്ന്നിട്ട് മേടിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇതൊരു നല്ല ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മാർക്കറ്റ് കറക്ഷനിലാണ്. അപ്പോൾ എല്ലാവരും മാർക്കറ്റ് ഒന്ന് റിവേഴ്സലൊക്കെ ആവുമോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ.
ഇൻഫോസിസിൻ്റെ റിസൾട്ടിനും വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നാളെ തന്നെ അറിയാം, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ വിഷയം എങ്ങോട്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് കറക്ഷൻ സമയത്തിലും നമുക്ക് മേടിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോൺ സൈക്ലിക്കൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നോൺ സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ ഡിഫൻസിലൊക്കെ വരുന്ന സ്റ്റോക്കുകൾ നല്ല പെർഫോം ചെയ്യും. അപ്പം അങ്ങനെ ഈ ഡിഫൻസ് മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് പറയേണ്ട എൻ്റെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഭാരത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് വലിയ ഡൗൺ ഒന്നും വരത്തില്ല, എന്നാൽ നമുക്ക് എപ്പോഴും ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. ഡിഫൻസ് സെക്ടറിൽ വരുന്ന ഒരു നോൺ സൈക്ലിക്കൽ സ്റ്റോക്കാണ് ഈ ഒരു ഭാരത് ഇലക്ട്രോണിക്സ്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡും എടുത്തു പറയേണ്ട സ്റ്റോക്കാണ്. ഫ്രം ദി സ്പ്ലിറ്റിന് ശേഷമേ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തത്. നമ്മൾ ആ ഒരു സ്പ്ലിറ്റിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് നല്ല കയറുന്നു, ഇനിയും കയറാനുള്ള സ്റ്റോക്കാണ്. ലീഡിങ് പ്ലെയർ ആണ് ഓക്കെ കൺസ്ട്രക്ഷനിൽ ഷിപ്പിൻ്റെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും എയറോസ്പേസ് ഡിഫൻസിൽ വരുന്ന ഒരു നോൺ സൈക്ലിക്കൽ സ്റ്റോക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും എന്ത് ചെയ്യുക, നേവി റിപ്പയർ വർക്കൊക്കെ ഇവർക്ക് ഒത്തിരി US നേവി അതിന് വർക്ക് ഒത്തിരി വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇത് ലീഡിംഗ് ആയിട്ട് പറയേണ്ട ഒരു സ്റ്റോക്കാണ്. HAL. ഓക്കെ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും നല്ല ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ക്യാഷ് ബാലൻസ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്, 23,000 crores. പിന്നെ ഫണ്ടമെൻ്റലി നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായുണ്ട്. പിന്നെ ഡിഫൻസ് സെക്ടറിലും തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 സ്റ്റോക്കാണ് ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഷെയർ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ, ഓക്കെ, റേറ്റിംഗ് ബേസിസിൽ CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി, ഇതൊന്നും വലിയ ഡൗൺ വരത്തില്ല. ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്, എന്നാലും ഇതൊക്കെ ഒരു കറക്ഷൻ ടൈമിൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. അതുപോലെ ഏഞ്ചൽ വൺ, ഓക്കെ, ഏഞ്ചൽ വൺ ഫോക്കസ് ചെയ്യാം. ഇതൊക്കെ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, ഇത് വലിയതായിട്ട് ഡൗൺ വരത്തില്ല. ഓക്കെ, സ്റ്റോക്ക് കമ്മോഡിറ്റി ബ്രോക്കേഴ്സിൽ 4th പ്ലേസിൽ വരുന്നു. ഇതല്ലാതെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഒക്കെ സൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ആസാദ് എഞ്ചിനീയറിംഗ്, ഈ ഒരു സ്റ്റോക്ക് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്. ഇതും എയറോസ്പേസ് കമ്പോണൻസ് ഡിഫൻസ് മേഖല ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗിൽ 2nd പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവട്ടെ, എന്നാലും ഈ സ്റ്റോക്കും എന്ത് ചെയ്യുക, കറക്ഷൻ സമയത്ത് നമുക്ക് സേഫ് ആണെന്ന് പറയാം. പിന്നെ ബാക്കി വരുന്നതിൽ ജിയോ ഫിനാൻസ്, ഈ ഒരു സ്റ്റോക്കും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം Paytm, അതുപോലെ പോളിസി ബസാർ, പിന്നെ എന്ത് ചെയ്യുന്നു, സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം നല്ല ഒരു ഇതുള്ളത് കൊണ്ട് ഈ സ്റ്റോക്കും പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് പറയാതിരിക്കാനേ പറ്റില്ല, നമുക്കറിയാലോ, നല്ല കൂടുതലും വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. സോ ഈ സ്റ്റോക്ക് 2,932 rupees ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, നല്ല ഒരു കറക്ഷൻ ടൈമിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സേഫ് സ്റ്റോക്കാണ്. പിന്നെ കോൾ ഇന്ത്യയൊക്കെ എടുത്ത് എവറി ഇയർ നല്ലൊരു റെക്കോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിവിഷൻ വന്നേക്കാം. ഓക്കെ, സോ കോൾ ഇന്ത്യ എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ്. അത് തീർച്ചയായിട്ടും കയറിക്കൊണ്ട് തന്നെ ഇരിക്കും, നമുക്ക് സേഫായിട്ട് കീപ്പ് ചെയ്യാം. മൈനിങ് ആൻഡ് മിനറൽസിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. കാരണം ഇവർക്ക് പ്രൊക്യൂർമെൻറ്റ് വാഗൺ, അതുപോലെ ഈ ഒരു റെയിൽവേ, ഇതിനൊക്കെ ഒരു ഒത്തിരി പ്രോജക്ട്സ് വരുന്നതുകൊണ്ട് വാഗൺ പ്രൊക്യൂർമെൻറ്റ്, ഇതിനെല്ലാത്തിനും ഈ ഒരു സ്റ്റോക്കിന് നല്ല ഡിമാൻഡുണ്ട്. സോ തീർച്ചയായിട്ടും
നമുക്ക് ഈ സ്റ്റോക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഗെയിൽ എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്. LNG കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. പ്രൈസും ഏകദേശം ഇപ്പോൾ റിവൈസ് ചെയ്തതേ ഉള്ളൂ. സോ ഈ സ്റ്റോക്കും നല്ല ഉയരും. 265 ആ ഒരു റേഞ്ചൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. 210 ബ്രേക്ക് ചെയ്യും. നല്ല ഒരു മുകളിൽ പോകാൻ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ബിവറേജസ്, വരുൺ ബിവറേജസ് പറയാതിരിക്കാനേ പറ്റൂല. ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും, കാരണം ഇവർ ബിവറേജസ് ആ ഒരു ഇതിൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഡയറി പ്രോഡക്ട്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റ് ഇത്തിരി ഒരു കൺസേൺ ആയെങ്കിലും ഇപ്പോൾ ഇവർക്ക് ഫ്രാങ്കൈസി സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രാങ്കൈസി ആണ് പെപ്സിയിൽ. അപ്പോൾ അത് പിന്നെ ഡയറി പ്രോഡക്ട്സിൽ എൻട്രി ആകുന്നത് ഇതെല്ലാം ഇവർക്കൊരു ഹോപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഈ 10 സ്റ്റോക്കുകളും തീർച്ചയായിട്ടും പറയണം. അതിൽ എടുത്ത് പറയേണ്ട ഇതാണ് നമ്മുടെ നോൺ സൈക്ലിക്കൽ സ്റ്റോക്കായ ഡിഫൻസ് സ്റ്റോക്കുകൾ. ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്തായാലും നല്ല അത് അതുപോലെ തന്നെ ഈ ഒരു ആസാദ് എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇതല്ലാതെ ഈ ഒരു കറക്ഷൻ ടൈമിൽ സേഫായിട്ട് നമുക്ക് മേടിക്കാം എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ലോങ് ടേമിനും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ഫ്രീ ആയിട്ട് ഡെലിവറി, ഇൻട്രാഡേ ടിപ്സുകൾ കിട്ടും. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.